അപ്പോൾ നേരത്തെ സാർ പറഞ്ഞ പോലെ ഈ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ അവർ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും നമ്മളൊരു പാരൻറ്റിങ്ങിൻ്റെ ബേസിൽ പറയുമ്പോൾ അതോറിറ്റി ഉള്ള ഒരാളെപ്പോഴും കുട്ടികൾക്ക് വേണം. ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ അവരോട് ആ ഒരു നോ പറയാനുള്ള ഒരു അതോറിറ്റി ഉള്ള ഒരു സ്പേസ് എപ്പോഴും കുട്ടികൾക്ക് വേണം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഡിവോഴ്സ് കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിള്ളേർ നമ്മളോട് പിണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവരൊക്കൊന്ന് റിലാക്സ് ചെയ്ത് ലിബറലാക്കി പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കരുതാത്ത കാര്യങ്ങൾ കൊടുക്കും. ഒരുപാട് കേസുകളിൽ വന്നേക്കുന്നത് ഈ മൊബൈൽ ഫോൺ. അപ്പോൾ പേരൻസ് സെപ്പറേറ്റഡ് ആണ്, അച്ഛന് വിളിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മൊബൈൽ കൊടുക്കുക. ഈ മൊബൈലിൽ യാതൊരു കൺട്രോളും അമ്മയ്ക്കില്ല. അപ്പോൾ കുട്ടികൾ അത് പൂർണ്ണമായിട്ടും തന്നെ അവരുടെ കൺട്രോളിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. അപ്പോൾ ഒരു ചെറിയ കുട്ടികൾ, ഇപ്പോൾ 8-9 വയസ്സുള്ള ഒരു കുട്ടിക്ക് നല്ല ടോപ്പ് മോഡലുള്ള ഒരു മൊബൈൽ കൈ കിട്ടി കഴിഞ്ഞാൽ അവരെങ്ങനൊക്കെ രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കുട്ടികൾ അതിനെ ഉപയോഗപ്പെടുത്തും. അമ്മയ്ക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ അച്ഛൻ വിളിക്കുന്നതായതുകൊണ്ട് ചെയ്യാനും പറ്റാത്ത അങ്ങനെ ഒരുപാട് കേസുകൾ ആ ഒരു രീതിയിൽ വരാറുണ്ട്. അപ്പോൾ കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒരറ്റത്ത്, റീൽസ് അഡിക്ഷൻ, ഗെയിമിങ് അഡിക്ഷൻ ഒരറ്റത്ത്, പിന്നെ ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലുമൊക്കെ ചാറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരികയോ, അങ്ങനെ ഏത് രീതിയിൽ ഈ കുട്ടികളെ ആർക്കും എങ്ങനെയും പ്രലോഭിപ്പിക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് മാറും. പിന്നെ പലപ്പോഴും ഈ രണ്ടുപേരും രണ്ടിടത്തായി കഴിയുമ്പോൾ അച്ഛൻ കൂടുതൽ കുട്ടിയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കുക, പോക്കറ്റ് മണി കൂടുതൽ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ കിട്ടുന്ന ഒരുപാട് കേസുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെയും പലപ്പോഴും ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്നേഹമില്ലാത്തതിൻ്റെ വിഷമമായിരിക്കും ഏറ്റവും ബേസായിട്ട് കുട്ടികളുടെ കയ്യിലുണ്ടാവുക. എന്നോടൊന്ന് നന്നായിട്ട് ആരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം എനിക്കൊന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു ഡിവോഴ്സായി ഒക്കെ രണ്ട് വഴിക്ക് പോയാലും ആരുടെയെങ്കിലും ഒക്കെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുട്ടിയോട് വേണം. അച്ഛൻ അല്ലെങ്കിൽ അമ്മയോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പോലും ഇല്ലാതെ വരുന്ന ഒരുപാട് കേസുകളുണ്ട്. കുട്ടിയോട് സംസാരിക്കുമ്പോൾ നിൻ്റെ ആ സ്വഭാവം അച്ഛൻ്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ എല്ലാം കുട്ടികൾ ആക്ച്വലി എനിക്ക് ആരുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മോശമാണോ നല്ലതാണോ എന്ന രീതിയിൽ പോലും അവരുടെ ആ ഒരു ഇമോഷണൽ ഗ്രോത്തിനെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്.